CR നീലകണ്ഠൻ ജില്ലാ നേതാവായിരുന്ന മനുവിന്റെ വായിൽ കമ്പിട്ട് കുത്തി കൂടുതൽ പറയിക്കാതിരിക്കലാണ് കണ്ണൂർ പാർട്ടിക്കും CPM-നും പി ജയരാജനൊക്കെ നല്ലത് അല്ലേ? ഹഷ്മി, ഇതിലെ വളരെ രസകരമായൊരു കാര്യം, സാധാരണഗതിക്ക് CPM-ൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു വർഷമായി മനു ആക്റ്റീവ് പൊളിറ്റിക്സിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്. അദ്ദേഹത്തെ പുറത്താക്കിയല്ല, അദ്ദേഹം തന്നെ ഒഴിഞ്ഞു പോരുകയാണ് ഉണ്ടായത്. CPM-ന്റെ ഒരു ചരിത്രം വെച്ച് CPM-ൽ നിന്ന് ഒരാൾക്ക് ഒഴിഞ്ഞു പോരാൻ പറ്റില്ല. CPM-ൽ നിന്ന് രാജിവെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനു മുമ്പ് പാർട്ടി പുറത്താക്കിയതായിട്ട് ദേശാഭിമാനിയെങ്കിലും എഴുതും. മാത്രമല്ല, ഇത്ര ശക്തമായ ആരോപണങ്ങൾ മനു തോമസ് ഉന്നയിക്കുന്നു. എന്നിട്ടും പാർട്ടിയുടെ PG ആർമിയോ അല്ലെങ്കിൽ മറ്റാളുകളുടെ അവിടെ നിൽക്കട്ടെ, ആകാശ് തില്ലങ്കേരിയോ ജിതിൻ രാജോ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ഉണ്ട്, സംസ്ഥാന സെക്രട്ടറി ഉണ്ട്. കണ്ണൂർ ജില്ല CPM-ന് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ്. അവിടുത്തെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് DYFIയുടെ ജില്ലാ നേതാവ് വന്ന് ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ എന്തെല്ലാം പ്രതികരണം ഉണ്ടാവേണ്ടതാ? എന്തേ പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു പ്രതികരണവും വരാത്തത്? അവിടെയാണ് ജയരാജൻ ചെയ്ത അബദ്ധം നമ്മൾ മനസ്സിലാക്കുന്നത്. MV ജയരാജൻ ഒരക്ഷരം മിണ്ടിയില്ല. കാര്യം അങ്ങേര് പറഞ്ഞ് നിങ്ങളുടെ എപ്പോ വേണമെങ്കിൽ തിരിച്ചു വരാം എന്നൊക്കെയുള്ള രൂപത്തിൽ മനുവിനെ ആശ്വസിപ്പിക്കുന്ന ഒരു മറുപടിയല്ലേ എനിക്ക് മനസ്സിലായത്. CPM-ൽ പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് CPM-ന്ന് പോകുമ്പോൾ അയാളോട് പാർട്ടി എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഇവിടെ വളരെ മൃദുവായ സമീപനം എടുക്കുന്നു. അതിന് കാരണം പാർട്ടിക്ക് അറിയാം, ഇത് കുത്തിയാൽ, ഇത് കുത്തി വായിൽ വിരലിട്ട് കുത്തിയാൽ, കോലിട്ട് കുത്തിയാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഒരുവിധം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാവുന്നത് പോലെ വലിയ തോതിലുള്ള മാഫിയ സംഘങ്ങൾ അല്ലെങ്കിൽ കൊലയാളി സംഘങ്ങൾ ഈ പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ട്. ഒരുപക്ഷെ 2014 മുമ്പ് ഇപ്പൊ ചന്ദ്രശേഖരൻ വധം തന്നെ നോക്കൂ. TP ചന്ദ്രശേഖരൻ വധത്തിൽ യഥാർത്ഥത്തിൽ പാർട്ടി പ്രവർത്തകരൊന്നും അല്ലല്ലോ കൊല നടത്തിയത്, അതായത് കൊട്ടേഷൻ സംഘമാണ്. മുമ്പ് പാർട്ടിക്കാർ തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ ആരെങ്കിലും കൊല്ലപ്പെടും, അതൊക്കെ മുമ്പത്തെ കഥയാണ്. ഇപ്പൊ എങ്ങനെയല്ല, കൊലപാതകത്തിന് കൊട്ടേഷൻ സംഘത്തെ ഏർപ്പെടുത്തുന്നു. വേണ്ടി വന്നാൽ സ്വന്തം പാർട്ടിക്കാരെ പോലും കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമായി കൊല ചെയ്യാൻ മടിയില്ലാത്ത തരത്തിലേക്ക് പാർട്ടി മാറുന്നു. പിന്നെ വലിയ സാമ്പത്തിക ഇടപാടുകൾ, ഇപ്പൊ ക്വാറി മാഫിയൊക്കെ എനിക്ക് ഒരുപാട് നേരിട്ടറിയാം. സ്വർണം തട്ടിയെടുക്കൽ, അതായത് കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്ന ഒരു തരം വിദ്യ. ഈ വിദ്യയിൽ പാർട്ടി ഉണ്ട് എന്നുള്ളത് ആകാശ് തില്ലങ്കേരി മുതൽ നേരത്തെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത പോരാളി ഷാജി വരെയുള്ള ആളുകൾ ഇത്രയും കാലം പാർട്ടിക്കെതിരായി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും ഏതെങ്കിലും വിധത്തിൽ തെറി പറയുകയും ഒരു ഘട്ടം കഴിയുമ്പോൾ പാർട്ടി തന്നെ ആകാശ് തില്ലങ്കേരി ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ നോക്കുമെന്താ, എല്ലാ നേതാക്കന്മാരുടെയും കൂടെ പോകുന്നു. ഇപ്പൊ TP കേസിലെ പ്രതികളുമായിട്ട് പാർട്ടിക്ക് വല്ല ബന്ധമുണ്ടോ? നേരത്തെ അഷ്മി ചോദിച്ചില്ലേ, TP കേസിലെ പ്രതികളുടെ കല്യാണം നടത്തി കൊടുക്കുന്നു, അവരെ കാണാൻ പാർട്ടി സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പോകുന്നു. ഇതെല്ലാം നമ്മൾ കാണുകയാണ്. TP കേസിലെ പ്രതികൾക്ക് 290 ദിവസം ഇത് കൂടാതെ, കോവിഡ് കൂടാതെ 290 ദിവസം പരോൾ കൊടുത്തു. ആ പ്രതികളെ പറ്റി കോടതി പറഞ്ഞ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. കൃത്യല്ലേ? ഒരു ഇളവും ഇവർ അംഗീകരിക്കുന്നില്ല. എന്നിട്ടോ ഇപ്പൊ പറയുന്ന ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്ന 2022 മുതൽ തുടങ്ങിയത് ഇവരെ രക്ഷിക്കാനുള്ള പണി ഇപ്പൊ തിരുത്താണ്. അന്ന് ചെയ്ത തെറ്റ് തിരുത്താണ്. 2022 മുതൽ ഞങ്ങൾ ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പതാ ഞങ്ങൾ തിരുത്തുന്നു. തിരുത്തുന്ന എങ്ങനെ? തിരുത്തേണ്ടത് ജയിൽ സൂപ്രണ്ട് വാർഡനെ വെച്ചിട്ടല്ലല്ലോ. അത് തിരുത്തേണ്ടത് പാർട്ടിയിൽ ആരാണ് തീരുമാനമെടുത്തത്? പാർട്ടി തീരുമാനിക്കാതെ ജയിൽ വാർഡൻ ചെയ്യില്ലല്ലോ. നമ്മൾ ഒരുപാട് വട്ടം ചർച്ച ചെയ്തതാണ്. അപ്പൊ ആരാ പ്രശ്നം, ആരാ കുഴപ്പമുണ്ടാക്കിയത്? അപ്പൊ പാർട്ടി ഇത്തരം സംഘങ്ങൾക്ക് എപ്പോഴും പാർട്ടിയുടെ സംരക്ഷണമുണ്ട്. അത് ഗ്രൂപ്പ് തിരിഞ്ഞാവാം, ഒരാളാവാം, വേറൊരാളാവാം. ഇപ്പൊ എനിക്കതിൽ ഞെട്ടിച്ച ഒരു കാര്യം, ഞാൻ ഇന്ന് വരെ ഇപ്പൊ P ജയരാജനെതിരായി എനിക്ക് നിരവധി നിലപാടുകളുണ്ട്. അദ്ദേഹത്തിന്റെ എന്താ പറയുക, ഹിംസാത്മകമായ നിലപാട്, TP കേസിലടക്കം, നിരവധി ഷുഹൈബ് കേസിലടക്കം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ. പക്ഷെ അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കൃത്യമായി പറയുന്നു, ഞാൻ ഇതിന്റെ പരാതി കൊടുത്തിട്ടുണ്ട്, പരാതി പാർട്ടി അന്വേഷിച്ചു, പാർട്ടി കണ്ടെത്തില്ല. അല്ല, മാത്രമല്ല CR ഇവിടെ എന്താണ്, ഇവിടെയും വിദേശത്തുമൊക്കെ കോപ്പിക്കോട്ടകൾ, എന്തോ കോപ്പിക്കച്ചവടമോ ഏതോ കോട്ടകളോ ഏതോ സാമ്രാജ്യമോ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ജയരാജനും മകനും എന്നൊക്കെ മനു തോമസ് പറയലാണ്. നമുക്ക് അതിന്റെ വസ്തുത അറിയില്ല.